റിയൽമിയുടെ നമ്പർ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സീരീസ് ആയിട്ടുള്ള റിയൽമി 9 സീരീസിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ റിയൽമി 9 പ്രോ പ്ലസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി 9 പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു 9 സീരീസിൽ നേരത്തെ റിയൽമി 9i പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്, കണ്ടിട്ടില്ലാത്തവർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് റിയൽമി 9 പ്രോ പ്ലസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ നമ്മൾ സൺലൈറ്റിൽ പിടിക്കുമ്പോൾ കളർ മാറും. കുറച്ച് നേരം, വളരെ കുറച്ച് സമയം തന്നെ പിടിക്കുമ്പോഴത്തേക്കും കളറ് ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളറാണെങ്കിൽ മാറി ഒരു റെഡിഷ് ടോണിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ആ കളർ മാറിയത് പെട്ടെന്ന് കളർ തിരിച്ച് പഴയ കളറിലേക്ക് പോകുന്നുമുണ്ട്. എന്ത് തന്നെയാലും റിയൽമി 9 പ്രോ പ്ലസിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലെ പ്രൈമറി സെൻസറായിട്ട് 50 മെഗാ പിക്സലിൻ്റെ സോണി IMX766 എന്ന സെൻസറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ OnePlusന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന OnePlus 9 RTയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ക്യാമറ സെൻസറാണ് ഇവിടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് റിയൽമി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എടുത്തു പറയേണ്ടത്. ഞാൻ ഈ ഒരു ഫോൺ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ച് നോക്കി. നിരവധി ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് എടുത്തത്. ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾക്കറിയാം അല്ലേ, റിയൽമിയുടെ ഏതൊരു പ്രോഡക്റ്റും നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നതാണ്. റിയൽമിയുടേതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ ഏതൊരു സ്മാർട്ട് ഫോണിനേക്കാളും ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്ന റിയൽമി സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയാണ് റിയൽമി 9 പ്രോ പ്ലസിനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ റിയൽമിയുടെ മുൻകാല സ്മാർട്ട് ഫോണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് ആണ് 9 പ്രോ പ്ലസ് കാഴ്ചവെക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ 3 ക്യാമറകളാണുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. 50 MB OIS എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. സാധാരണ ഫോണുകളിലൊക്കെ ചിലപ്പോൾ ബാക്ക് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ സെൽഫി ക്യാമറയിൽ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത്. അത് മികച്ച ഒരു സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സഹായിക്കുന്നുമുണ്ട്. ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 1080p റെസൊല്യൂഷനിലുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഫ്രണ്ട് ക്യാമറയ്ക്ക് കൂടി 4K റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ചിത്രങ്ങളാണ് ഇവ. മികച്ച ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഓവർ സാച്ചുറേഷൻ ഒന്നുമില്ല, വളരെ നോർമലായിട്ടുള്ള ലുക്കാണ്. എന്നിരുന്നാലും ഇതിനകത്തുള്ള മാക്രോ ഫോട്ടോകൾ അത്രയ്ക്ക് മനോഹരമെന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. പ്രൈമറി സെൻസറിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ അതിമനോഹരം തന്നെ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ മികച്ച ഒരു സെൽഫി ഫോട്ടോയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോൺ ഇൻഡോറിലാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് ടോൺ കളറാണല്ലോ. എന്നാൽ നമുക്കൊരു സൺലൈറ്റിൽ അല്പം ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ആ കളർ ചേഞ്ച് വരുന്നത് കാണിച്ചു തരാം. ഇതേ ബ്ലൂ കളർ മാറി ഒരു റെഡിഷ് ടോണിലേക്ക് മാറുന്നു. വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഗ്ലിറ്ററിങ് പോലെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഗ്ലാസ് ബോഡി ഡിസൈൻ. ഈ കളർ ചേഞ്ചിങ് ഓപ്ഷൻ അത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വേറൊരു ലുക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാതെ പോയി. നമ്മൾ ഇൻഡോറിൽ ഈ ക്യാമറ മോഡിൽ കാണുന്ന ബ്ലൂയിഷ് കളറായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ ഒരു സൺലൈറ്റ് തട്ടുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ കളർ ഇത്തരത്തിൽ മാറി മറിയുന്നത്. 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോക്രോമിക് ലെയറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് ബോഡിയിൽ ഇത്തരത്തിലൊരു കളർ ചേഞ്ചിങ് ഫീച്ചർ റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 7.99 മില്ലിമീറ്റർ ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. ഫോണിന് ഓവർ വെയിറ്റ് ഒന്നുമില്ല. 182 ഗ്രാം ഭാരം മാത്രമാണ് ഈ ഒരു ഫോണിനുള്ളത്. താഴെ 3.5mm ഓഡിയോ ജാക്കും മൈക്രോഫോണും USB Type-C ചാർജിംഗ് പോർട്ടും സ്പീക്കർ ഗ്രില്ലും, വലത് സൈഡിൽ പവർ ബട്ടൺ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ഡ്യുവൽ നാനോ സിം കാർഡാണ്. അതായത് നമുക്കിതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. 2 നാനോ സിം കാർഡുകൾ മാത്രം. എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. പക്ഷേ അതൊരു കുറവായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത് 256 GB ഉണ്ട്. ക്യാമറയിലുള്ള പ്രത്യേകതയും അതുപോലെ ഡിസൈനിലുള്ള പ്രത്യേകതയും കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മീഡിയാടെക് ഡയമൻസിറ്റി 920 എന്ന മികച്ച ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്.
6GB RAM 8GB RAM എന്നീ 2 വേരിയന്റുകളിലും അതുപോലെ ഇന്റേണൽ മെമ്മറി വന്നിട്ട് 256GB റാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ഈ ഒരു 8GB റാമിനെ തന്നെ നമുക്ക് 5GB വരെ നമുക്ക് വെർച്വലി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമി യുടെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള റിയൽമി UI 3യും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. ബാറ്ററി കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 4500 mAh ആണ്. അപ്പോൾ 4500 mAh എന്ന് പറയുന്നത് പലർക്കും ഒരു അല്പം നെറ്റി ഒന്ന് ചുളിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് അഥവാ ഫോണിന്റെ ചാർജ് കുറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ ഈ ഒരു 60 വാട്ട് നമ്മെ സഹായിക്കും. ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയൽമി യാതൊരു കുറവും വരുത്തിയിട്ടില്ലെന്ന് കാണാം. 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMO LED ഡിസ്പ്ലേ ആണ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 2.5D ഡിസ്പ്ലേയും അതുപോലെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരില്ലെന്ന് ആശ്വസിക്കും. 90 ഹെഡ്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 180 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിലൊക്കെ മികച്ച ഒരു ഡിസ്പ്ലേയിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അനുഭവിക്കാം. 600 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു സ്മാർട്ട് ഫോൺ സൃഷ്ടിക്കില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.2ഉം വൈഫൈ കോളിംഗ് ഫീച്ചറും ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും ഒക്കെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം പോലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അല്പം ഒന്ന് അഥവാ ചൂടായാൽ പോലും ഫോണിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ ഈ ഒരു സിസ്റ്റം ഈ ഒരു ഫോണിൽ സഹായിക്കും. ഫിംഗർ പ്രിന്റ് ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എടുത്തു പറയട്ടെ. മാത്രമല്ല അത് വളരെ ക്വിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഹൈ റെസ് ഓഡിയോയുടെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നല്ല മികച്ച സൗണ്ട് ഔട്ട്പുട്ട് ഈ പ്രൈസ് റേഞ്ചിൽ എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മികച്ച ക്വാളിറ്റി സൗണ്ട്, മികച്ച സ്റ്റീരിയോ സെപ്പറേഷൻ, മികച്ച ഓഡിയോ ആവും. AMO LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു സൈസാണ്. അതൊരിക്കലും ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിനെ ഒട്ടും മറക്കുന്നില്ല എന്ന് പറയണം. മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമിയുടെ 9 Pro Plus വരുന്നത്. ഇവിടെ 5G എന്നും 9 Pro Plus എന്നും എഴുതിയിട്ടുണ്ട്, റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. മോസ്റ്റ് ട്രസ്റ്റഡ് ടെക്നോളജി ബ്രാൻഡ് എന്ന് ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഒരു മഞ്ഞ പേപ്പർ ബോക്സ്, ഇതിനകത്ത് എ ഗ്രേ സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ, സേഫ്റ്റി ഗൈഡ്, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്. ഒരല്പം ഷെയ്ഡിയാണ്, അതൊരു അല്പം ഒരു കളർ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് തൽക്കാലം മാറ്റി ഇങ്ങോട്ട് വെക്കാം. അത് കൂടാതെ ഇതിനകത്ത് റിയൽമിയുടെ സൂപ്പർ ഡാർക്ക് ചാർജർ, ചാർജിങ്ങിന് ഇതുപോലെ ടൈപ്പ് സി കേബിൾ. മിഡ് നൈറ്റ് ബ്ലാക്ക്, അറോറ ഗ്രീൻ, സൺറൈസ് ബ്ലൂ എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് സൺറൈസ് ബ്ലൂ എന്നൊരു കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യൽ കളർ. റിയൽമി എന്ന ബ്രാൻഡ് ഉയർത്തി കാണിക്കുന്ന ഒരു കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ കേസിൽ സൺറൈസ് ബ്ലൂ ആണ്. എന്തായാലും മികച്ച ഒരു ഡിസൈൻ, മികച്ച ഒരു കളറും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ബോഡിയാണ്. ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫിംഗർ പ്രിൻറ്റ് ചെറുതായിട്ട് അവിടെ ഇവിടെയും പതിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് ഏവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇന്ത്യയിൽ ലോഞ്ച് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിംഗ് പുറത്ത് വന്നിട്ടുണ്ടാവും. ഒന്നുകിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രൈസ് വീഡിയോയുടെ താഴെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മികച്ച ക്യാമറ പെർഫോമൻസ്, ഞാൻ പറഞ്ഞില്ല റിയൽമിയുടെ മുൻകാല ഫോണുകളെ അപേക്ഷിച്ചുള്ള ബെറ്റർ ക്യാമറ പെർഫോമൻസ്, മികച്ച AMO LED ഡിസ്പ്ലേ, അതുപോലെ പെർഫോമൻസ് MediaTek 920 എന്ന പ്രോസസ്സർ, അതുപോലെ റാമും റോമും ഒക്കെ എല്ലാം ഓക്കെയാണ്. അതുപോലെ അടുത്തതായിട്ട് സൗണ്ട് ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കറുണ്ട്, അതെല്ലാം ഓക്കെയാണ്. ഇതിനകത്ത് ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് 4500 mAh. അത് ഒരു അല്പം കുറവാണ്. 5000 mAh ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആകും.
അതുപോലെ ചാർജിങ്ങിന് 60 വാട്ട് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെയാണ്. ഇനി ബാക്കി ഇതിൻ്റെ ഒരു വിജയത്തെ പൂർണ്ണമായിട്ടും നിർണ്ണയിക്കുന്നത് പറയുന്നത് എൻ്റെ പ്രൈസിംഗ് ആയിരിക്കും. റിയൽമി മികച്ച ഒരു പ്രൈസിങ്ങിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നതെങ്കിൽ ഇതൊരു വമ്പൻ ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിയൽമി മികച്ച പ്രൈസിങ്ങിൽ തന്നെ ആയിരിക്കും ഇത് വിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.